സുബ്രഹ്മണ്യ ലേഔട്ട്, രാമമൂർത്തി നഗർ, ബംഗളൂരിലിരിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ ശർമിള എന്ന് പറയുന്ന പെണ്ണ് താമസിച്ചുണ്ടാവും. ജനുവരി 3, 2025 വൈകുന്നേരം ഏകദേശം 10:15, 10:30 സമയത്തിൽ അവളുടെ റൂമുടെ ജനലിൽ കൂടെ ഒരുപാട് പുക പുറത്തു വരും. വെളിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ റൂമുടെ അകത്ത് വലിയ രീതിയിൽ തന്നെ തീ പിടിച്ചിരിക്കുക എന്ന് മനസ്സിലാവുന്നുണ്ടായി. സ്ഥലത്തിലെത്തിയ പോലീസും ഫയർ ഫൈറ്റേഴ്സും ഡോറിനെ പൊളിച്ച് അകത്ത് ചെന്ന് തീയെ കെടുത്തും. ആ റൂമിൽ ശർമിള മരിച്ച നിലയിൽ താഴെ കിടന്നുണ്ടാവും. അവിടെ ഇരിക്കുന്ന എല്ലാവരും ഉൾപ്പെടെ പോലീസും അവൾ അൺകോൺഷ്യസ് ആയി കിടന്നിരിക്കുക എന്ന് വിചാരിക്കും. ഉടൻ തന്നെ അവളെ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകും. അവിടെ ഡോക്ടർ ഇവൾ മരിച്ചു പോയിരിക്കുക എന്ന് പറയും. ആ സമയം എല്ലാവരും ഇതൊരു നാച്ചുറൽ ഡെത്താ എന്ന് വിചാരിക്കും. എന്നാൽ എപ്പോൾ ഫോറൻസിക് എക്സാമിനേഷൻ റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും, അത് കണ്ട ശേഷം അവിടെ ഇരിക്കുന്ന പോലീസ് ഉൾപ്പെടെ എല്ലാവരും ഷോക്കാവും. ആ റിപ്പോർട്ടിൽ അവൾ മരിക്കുന്ന മുന്നേ അവളുടെ ദേഹത്തിൽ ചെറിയ മുറിവിന്റെ പാടും പിന്നെ അവളുടെ ശ്വാസം മുട്ടിച്ച് എന്ന് അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. CCTV ഫോണിനെ ട്രാക്ക് ചെയ്ത ശേഷം അവരെത്തിപ്പെട്ടത് ഒരു 18 വയസ്സ് പ്രായമുള്ള കർണൽ കുറൈ എന്ന് പറയുന്ന ചെക്കൻ്റെ അടുത്താണ്. 36 വയസ്സ് പ്രായമുള്ള ശർമിളയുടെ ജനിച്ച സ്ഥലം മംഗളൂരാണ്. ബംഗളൂരിൽ ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തുണ്ടായി. ഇതുവരെ കല്യാണം കഴിയാത്ത ശർമിള ഒറ്റയ്ക്കായിരുന്നു റൂമിൽ താമസിച്ചുണ്ടായത്. കർണൽ കുറൈനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോൾ അവൻ കുറ്റം സമ്മതിക്കും. ശർമിള താമസിച്ചുണ്ടായ സെയിം ബിൽഡിങ്ങിൽ തന്നെ അവൻ അമ്മയോടൊപ്പം അവിടെ താമസിച്ചുണ്ടായത്. അടുത്തായി താമസിച്ചുകൊണ്ടുണ്ടായതിനാൽ അവൻക്ക് ശർമിളയുടെ മോളിൽ ഇഷ്ടമായിരുന്നു. അവളെക്കുറിച്ചും അവളുടെ ഡെയിലി റുട്ടീനെ കുറിച്ചും ഇവൻക്ക് നല്ലോണം അറിയാമായിരുന്നു. ശർമിള റൂമിൽ ഒറ്റയ്ക്കുള്ളതാ എന്ന് അറിഞ്ഞ് ജനുവരി 3 അവൻ അവളുടെ റൂമിലോട്ട് ജനലിൽ കൂടെ കയറി ചെല്ലും. റൂമിൽ അവരുടെ ഇടയിൽ വഴക്കുണ്ടാവും. ശർമിളയുടെ കൂടെ അവൻ മോശമായി പെരുമാറാൻ ശ്രമിക്കും. ഇതിനെ അവൾ വിരോധിച്ചപ്പോൾ അവരുടെ ഇടയിൽ വഴക്കുണ്ടാവും. ആ സമയത്തിലാണ് അവളുടെ ദേഹത്തിൽ മുറിവുണ്ടായത്. ആ സമയത്തിൽ അവൻക്ക് ദേഷ്യം വന്നുകൊണ്ട് അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് അവളുടെ ശ്വാസം മുട്ടിച്ച് എന്നിട്ട് സാക്ഷിയെ നാശപ്പെടുത്താൻ വേണ്ടി റൂമിലുണ്ടായ ഡ്രസ്സൊക്കെ എടുത്ത് തീ കൊടുത്തിരിക്കുവാണ്. തീ റൂമിൽ ഒരുപാട് സ്പ്രെഡ് ആവും. അങ്ങനെയാണ് ജനങ്ങൾ അറിയുന്നത്.